ഹായ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂൾ സൈക്കോളജി പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലുള്ള സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പം രണ്ടാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്കുള്ള കാര്യങ്ങൾ, ഹ്യൂമൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ബ്ലോക്കിലുള്ള രണ്ട് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പം ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആസ് എ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ സ്കൂൾ സൈക്കോളജിസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സിലൂടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ, ഈ ഒരു ഫീൽഡിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഫീൽഡിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇഷ്യൂസും ഡിബേറ്റ്സും അതുപോലെ എന്തൊക്കെ തീം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റിലുള്ള സ്റ്റഡീസ് നടക്കുന്നത് എന്ന കാര്യങ്ങളും നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേജർ കൺസെപ്റ്റ്സ്, അതായത് പ്രിൻസിപ്പിൾസ് ആവട്ടെ, ഈ ഒരു നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഓൾ ലൈഫ് സ്പാനിൽ നമ്മൾ ജനിക്കുന്നത് മുതലല്ല, ആക്ച്വലി കൺസെപ്ഷൻ മുതൽ ഡെത്ത് വരെ നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളത് നമ്മുടെ കൺസെപ്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസെപ്ഷൻ, അതായത് നമ്മുടെ മദറിന്റെ മുമ്പിൽ നമ്മൾ ഒരു ജീവനായിട്ട് തുടങ്ങുന്നത് മുതൽ നമ്മുടെ ഡെത്ത് വരെയുള്ള നമ്മുടെ എല്ലാ ഡെവലപ്മെന്റ് പ്രോസസ്സിനെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് സയൻസ് ആണ് എന്ത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയറിസ്റ്റേഴ്സ്, ഈ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ തിയറിസ്റ്റേഴ്സും അതേപോലെ ഇതിനെ സ്റ്റഡി ചെയ്യുന്ന സ്കോളേഴ്സും ഒക്കെ ഇവരുടെ ഓൺ എക്സ്പീരിയൻസസ് വെച്ചിട്ടും അവരുടെ ഒബ്സർവേഷൻ വെച്ചിട്ടുമാണ് ഈ തിയറികളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറി കൊണ്ടുവന്നത് ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെ ആ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ, അവരുടെ തന്നെ അവരുടെ മൂന്ന് മക്കളെ എന്താ പറയാ ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു ഫീൽഡ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ള ഫീൽഡ് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫ് ട്രാൻസിഷൻസ്, ഒരുപാട് ലൈഫ് ട്രാൻസിഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലൈഫ് ട്രാൻസിഷൻസിലൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആക്റ്റീവ് റോളാണ്, എങ്ങനത്തെ റോളാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈഫ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി, അതായത് ഒരു 3-4 വയസ്സ് വരെ വീട്ടിൽ പാരന്റ്സിനായിട്ട് മാത്രം എന്താ പറയുക ഇന്ററാക്ട് ചെയ്തിരുന്ന ഒരു കുട്ടി പ്രീ സ്കൂളിൽ പോയി തുടങ്ങും, അതൊരു ലൈഫ് ട്രാൻസിഷൻ ആണ്. സിംഗിൾ ആയി നിൽക്കുന്ന ഒരാൾ മാരി ചെയ്യുമ്പോൾ അതൊരു ലൈഫ് ട്രാൻസിഷൻ ആണ്. പിന്നെ ഒരു പ്രൈമറി സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്നത് ഒരു ലൈഫ് ട്രാൻസിഷൻ ആണ്. ഒരു സ്റ്റുഡന്റ് ലൈഫ് കഴിഞ്ഞ് ഒരു ജോബിലേക്ക് കയറുന്നത് ഒരു ലൈഫ് ട്രാൻസിഷൻ ആണ്. അപ്പം ഇത്തരത്തിലുള്ള വേരിയസ് ലൈഫ് ട്രാൻസിഷനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റോൾസ് ആണ് ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു ഫീൽഡ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഡെവലപ്മെന്റ് സൈക്കോളജി എന്നുള്ള ഫീൽഡിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത്, ഇഷ്യൂസും അതുപോലെ എന്തൊക്കെ തീംസ് ആണ് ഈ ഒരു ഫീൽഡ് ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു ഫീൽഡിലുള്ളത് എന്നുള്ളത് നമുക്കത് പറയാം. അപ്പൊ അതിൽ ആദ്യത്തേത് നേച്ചർ ആൻഡ് നെർച്ചർ ഇഷ്യൂ. അതായത് നമ്മളെ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നേച്ചർ ആണോ നെർച്ചർ ആണോ എന്നുള്ളതാണ്. അതായത് എന്താ, ഹെറിഡിറ്ററി ആണോ അതോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണോ നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്കഷനും കൂടെയാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക ഡെവലപ്മെന്റൽ തിയറിസ്റ്റേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹെറിഡിറ്ററി ആണ് നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ്. അതിപ്പോ ബിഹേവിയറൽ ആയാലും അല്ലെങ്കിൽ ഫിസിക്കൽ ആയാലും എല്ലാ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ആയാലും എല്ലാ ഡെവലപ്മെന്റും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഹെറിഡിറ്ററി ആണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പൊ ഹെയറിന്റെ കളറ്, നമ്മളെ കൃഷ്ണമണിന്റെ കളറൊക്കെ പാരന്റ്സിന്റെ കൃഷ്ണമണിന്റെ കളറ് അതേപോലെ മക്കൾക്ക് കിട്ടുന്ന ചില കേസസ് ഉണ്ട്. അങ്ങനെ ഉള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പോ
ബോഡി ബിൽഡിംഗ് ആയിക്കോട്ടെ, അതായത് ഹൈറ്റ്, അതുപോലെ എന്താ പറയാ വെയിറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇന്റലക്ച്വൽ കപ്പാസിറ്റീസ് ആണെങ്കിലും ചില പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണെങ്കിലും നമുക്ക് എന്തായിട്ട് കിട്ടുന്നുണ്ട്, നമുക്ക് പാരന്റ്സ് വഴി, അതായത് ഹെറിഡിറ്ററി വഴി കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് നേച്ചർ എന്താ പറയാ കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതേസമയത്ത് നെർച്ചർ എന്ന് പറയുമ്പോൾ ഹെറിഡിറ്ററി ഉണ്ട്, പക്ഷെ മോർ ദാൻ ഹെറിഡിറ്ററി നമുക്ക് ഒരുപാട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ എന്താ പറയാ ഡെവലപ്മെന്റ് ഒക്കർ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു നെർച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് പറയുന്നത്. അവർ പറയുന്നത് ഈ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൾച്ചർ ആവട്ടെ, റിലീജിയൻ ആവട്ടെ, നമ്മുടെ ഒരു എന്താ പറയാ പാരന്റിങ് സ്റ്റൈല്, അതുപോലെ നമ്മുടെ ഒരു സർക്കിള്, ഫ്രണ്ട്ഷിപ്പ് സർക്കിള്, ടീച്ചേഴ്സ്, നമ്മുടെ സ്കൂളിംഗ് സ്റ്റൈല്, അതുപോലെ തന്നെ ഒരു നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ കൾച്ചർ, അങ്ങനെ ഒരുപാട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു നെർച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് പറയുന്നത്. പക്ഷെ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈ ഒരു ഡിസ്കഷന്റെ അല്ലെങ്കിൽ ഡിബേറ്റിന്റെ ഔട്ട്കം എപ്പോഴും എന്താണെന്ന് വെച്ചാല് ഇതിന്റെ രണ്ടിന്റെയും, അതായത് നമ്മുടെ നേച്ചറിന്റെയും നെർച്ചറിന്റെയും ഒരു ഇന്ററാക്ഷനും കൂടെയാണ് നമ്മുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നാണ് നമ്മുടെ സ്കോളേഴ്സ് ഒക്കെ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഒരു ഫൈനൽ ഇതായിട്ട് പറഞ്ഞത്. രണ്ടും, അതായത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സും നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും നമ്മുടെ ഡെവലപ്മെന്റിന് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ നേച്ചർ ആൻഡ് നെർച്ചർ ആണ് പറഞ്ഞത്, അടുത്തത് പറയാനുള്ളത് കണ്ടിന്യൂസ് ആണ്. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് ആണോ അതോ ഡിസ്കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് ആണോ എന്നുള്ളതാണ്. അതായത് ഇതിൽ പറയുന്നത് ഇപ്പൊ ഈ കണ്ടിന്യൂസ് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് അല്ലെങ്കിൽ പ്രൊപ്പണൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഓരോ സമയത്തിന് അക്യുമുലേറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ഈ കണ്ടിന്യൂസ് ഡെവലപ്മെന്റിന്റെ പ്രൊപ്പോണൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രാജുവലി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൂടി വരുന്നതാണ് എന്നാണ് ഈ കണ്ടിന്യൂസ് ഡെവലപ്മെന്റിന്റെ പ്രൊപ്പോണൻസ് പറയുന്നത്. അതേ സമയത്ത് ഈ കണ്ടിന്യൂസ് ഡെവലപ്മെന്റിന് ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ക്വാണ്ടിറ്റിയാണ്. അതായത് നമുക്ക് എത്രത്തോളം ട്രൈറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ട്രൈറ്റ്സ്, ആ എമൗണ്ട് ഓഫ് ട്രൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമേജ്, നമ്മുടെ ഈ കണ്ടിന്യൂസ് ഡെവലപ്മെന്റിന്റെ പ്രൊപ്പോണൻസ് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന പോലെ കണ്ടിന്യൂസ് ഗ്രാജുവൽ ആയിട്ടാണ് നമ്മുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു കണ്ടിന്യൂസ് ഡെവലപ്മെന്റിന്റെ വേറൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഹൈറ്റ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, വേറെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എങ്ങനെയാണോ ആ ഒരു റിലേഷൻഷിപ്പുമെന്നാണ് ഗ്രാജുവലി അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് പിന്നെ അഡോളസെൻസിൽ ഒരു പിയർ റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നത്. അതൊരു ഗ്രാജുവൽ ട്രാൻസിഷൻ ആണ് അല്ലെങ്കിൽ ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ് എന്നാണ് കണ്ടിന്യൂസ് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊപ്പോണൻസ് പറയുന്നത്. അടുത്ത ഡിസ്കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് പറയുമ്പോൾ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അറ്റ് എ ടൈം ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ ഈ ഒരു ചേഞ്ച് സംഭവിക്കും. അങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ടാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ആൻഡ് ഈ സ്റ്റേജസ് ഒക്കെ എന്താണ്, സ്റ്റേജ് തിയറീസ് ഡെവലപ്പ് ചെയ്ത് വന്നത് ഈ ഒരു കൺസെപ്റ്റ് എന്നാണ്. അപ്പോൾ ഓരോ സ്റ്റേജസും എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്. അതായത് ഈ ഒരു ആദ്യത്തെ സ്റ്റേജിന്റെ ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അടുത്ത സ്റ്റേജിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ മുമ്പത്തെ സ്റ്റേജിനെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ഇവർ ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊപ്പോണൻസ് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത് എന്നാണ്. അപ്പൊ ഇതിന് നമ്മൾ ഒരു ഹൈറ്റ് എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് ഓരോ ഏജിലും ഇത്ര ഹൈറ്റ് വെച്ചിട്ട് നമ്മുടെ ട്രൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റേജിലും ഇത്ര ഹൈറ്റ് വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ ഹൈറ്റ് ഒക്കെ കൂടുന്നത് ഓരോ സ്റ്റേജ് വെച്ചിട്ടാണ് എന്നാണ് ഡിസ്കണ്ടിന്യൂറ്റി ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് പറയുന്നത്. ഓക്കെ, ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് എക്സ്പീരിയൻസസിനെയാണ്. നമ്മുടെ ഡെവലപ്മെന്റ് എപ്പോഴും ക്വാളിറ്റേറ്റീവ് എക്സ്പീരിയൻസസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ,
ഫൈനലായിട്ട് ഇത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ വരുന്ന ചില ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നേച്ചറും നെർച്ചറും കൂടെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഡിസ്കണ്ടിന്യൂസ് ആണോ അതോ കണ്ടിന്യൂസ് ആണോ ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചാൽ, ചില ആസ്പെക്ട്സ് ഓഫ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് കണ്ടിന്യൂസ് ആണ്. അതേ സമയത്ത് ചില ആസ്പെക്ട്സ് ഓഫ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മളെ സ്കോളേഴ്സ് ഫൈനലായിട്ട് അതിന് ഒരു ഔട്ട്കം ആയിട്ട് കണ്ടുപിടിച്ചത്. പിന്നെ നമ്മളെ സ്റ്റെബിലിറ്റി ചേഞ്ച്, നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണോ അതോ ചേഞ്ച് ചെയ്യുന്നതാണോ എന്നുള്ളതാണ്. സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒരുപാട് ട്രൈറ്റ്സ് ഉണ്ട് അല്ലേ. ഈ ട്രൈറ്റ്സ് ഒക്കെ നമുക്ക് ജനിക്കുമ്പോഴുള്ള അതുപോലെ ആ ട്രൈറ്റ്സ് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡെത്ത് വരെ നമുക്കുള്ള ട്രൈറ്റ്സ് സെയിം ആയിരിക്കുമോ, അതോ ഈ എൻവയോൺമെന്റൽ എന്താ പറയാ എക്സ്പീരിയൻസസ് കാരണം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം ഒക്കെ നമ്മുടെ ഈ ഒരു ട്രൈറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇന്റലിജൻസ് പോലെയുള്ള നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിലുള്ള എല്ലാ കാര്യങ്ങളും ബൈ ടൈം ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടോ അതോ സ്റ്റേബിൾ ആണോ എന്നുള്ളതാണ് ഈ ഒരു ഇഷ്യൂല് ഈ ഒരു തീമിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ ഈ സ്റ്റെബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എന്താ പറയാ സ്കോളേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളൊക്കെ ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന ചില സ്ട്രൈറ്റ്സും കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണോ നമുക്ക് കിട്ടിയത് അത് ചേഞ്ച് ചെയ്യാതെ നമുക്ക് ഡെത്ത് വരെ ഉണ്ടാവും എന്നാണ് ഈ നേറ്റിവിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. നേറ്റിവിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ സ്റ്റെബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ് എന്ന് ക്ലെയിം ചെയ്യുന്ന എക്സ്പേർട്സ് ആണ് ഈ നേറ്റിവിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന ട്രൈറ്റ്സും ക്യാരക്ടറിസ്റ്റിക്സും അത് ത്രൂ ഔട്ട് നമ്മളെ ലൈഫ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും, അതിൽ ചേഞ്ചസ് ഒന്നും വരില്ല എന്നാണ് പറയുന്നത്. അതേ സമയത്ത് ഈ ചേഞ്ച് ആവും നമ്മുടെ ട്രൈറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ബൈ ടൈം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സും ട്രൈറ്റ്സും ഇന്റലിജൻസും പേഴ്സണാലിറ്റി ട്രൈറ്റ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ചേഞ്ച് അല്ലെങ്കിൽ എംപിരിസിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമുക്ക് എന്താ പറയാ ഒരുപാട് ട്രൈറ്റ്സ് ഉണ്ടാവും, അത് പിന്നീട് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസിനെ ബേസ് ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അൺപ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ള ഒരു കുട്ടി ഏർലി ഇയേഴ്സിൽ ഒരു ചൈൽഡ്ഹുഡിന്റെ സമയത്ത് ഇത്തരത്തിൽ അൺപ്ലസന്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഈ ഷൈനെസ്, അഥവാ നമ്മൾ ഈ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് മാറിക്കുക, ഇൻട്രോവേർട്ട് ആവുക എന്ന് നമ്മൾ പറയും. സോഷ്യൽ സിറ്റുവേഷൻസ് മാറിക്കുക, അത്തരത്തിലുള്ള എന്താ പറയാ ഈ സോഷ്യലി ഇൻവോൾവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ഇത് വരുന്ന എപ്പോഴാന്ന് വെച്ചാല്, നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കാരണമാണ് എന്നാണ് എംപിരിസിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. അപ്പോൾ ഇവര് പറയുന്നത് വെച്ചാൽ, നമുക്ക് ട്രൈറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ഇൻഫ്ലുവൻസിനെക്കാളും അതൊക്കെ നമുക്ക് ചേഞ്ച് ആയി വരും. നമ്മൾ ഓരോ എക്സ്പീരിയൻസസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ട്രൈറ്റ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ചേഞ്ച് ആയിട്ട് വരും എന്നാണ് ഇവര് പറയുന്നത്. അതായത് നമ്മുടെ എംപിരിസിസ്റ്റ് പെർസ്പെക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്. അതുപോലെ ഇവർ ക്ലെയിം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഏർലി എക്സ്പീരിയൻസസ് മാത്രമല്ല, അതായത് ചൈൽഡ്ഹുഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതേ സമയത്ത് അല്ലാതെ നമ്മൾ ലേറ്റർ ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസസ് എന്താണ് നമ്മുടെ ട്രൈറ്റ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ കാരണമാവും എന്ന് പറയുന്നുണ്ട്. നമുക്ക് പറയാനുള്ളത് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ആണ്. ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫ് കോഴ്സിൽ ഫുൾ ജനനം മുതൽ മരണം വരെയുള്ള ലൈഫ് പീരീഡിൽ ഏതൊക്കെ ട്രൈറ്റ്സ്, അതായത് ട്രൈറ്റ്സ് ആണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ, നേരത്തെ പറഞ്ഞ സ്റ്റെബിലിറ്റി ഫോക്കസ് ചെയ്യുന്നത് ഏതൊക്കെ ട്രൈറ്റ്സ് ആണ്, അതേ സമയത്ത് ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണമൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ കാരണമായിട്ടുള്ള ട്രൈറ്റ്സ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡെവലപ്മെന്റ്സ് ഒക്കർ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മൾ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 20th സെഞ്ചുറി വരെയൊക്കെ നമ്മുടെ ഈ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നുള്ള ഫീൽഡ് എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത് ഈ ഒരു ഇൻഫാൻസി ചൈൽഡ്ഹുഡ്
ചൈൽഡ്ഹുഡ് അഡോളസെന്റ് ഈ ഒരു ഏജ് പീരിയഡിലുള്ള ഡെവലപ്മെന്റിനെ ആയിരുന്നു. കാരണം നമുക്കറിയാം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഈ ഒരു ഏജ് പീരിയഡിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഡെവലപ്മെന്റ് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് നമ്മുടെ ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റൽ സൈക്കോളജി എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത് ഈ ഒരു ഏരിയയിൽ മാത്രമാണ്. പക്ഷെ അതിനുശേഷമാണ് പോൾ ബി ബാൾസ് എന്ന് പറയുന്ന ജർമ്മൻ സൈക്കോളജിസ്റ്റ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ടിൽ ഡെത്ത് വരെയാണ്. അതുകൊണ്ട് ഏജിങ്ങിലും നമ്മൾ ഇത് പഠിക്കണം. ഡെവലപ്മെന്റൽ സൈക്കോളജി ഏജിങ്ങിന്റെ സമയത്തുള്ള ഡെവലപ്മെന്റിന്റെയും സൈക്കോളജി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് പോൾ ബി ബാൾസ് ആണ്. ഇവരാണ് നമുക്ക് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്, ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് പോൾ ബി ബാൾസ് ആണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസെന്റ് എന്നുള്ള ഏജ് പീരീഡിൽ ലിമിറ്റ് ചെയ്യപ്പെടുന്നതല്ല നമ്മുടെ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് നമ്മുടെ ഈ കൺസെപ്ഷൻ മുതൽ, അതായത് നമ്മുടെ മദറിന്റെ മുമ്പിൽ നമ്മൾ ഒരു ജീവനാവുന്നത് മുതൽ മരണം വരെ നമ്മുടെ ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും അഡ്വാൻസ്മെന്റ് അല്ല, അതായത് എപ്പോഴും ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഓരോ കഴിവുകൾ അക്വയർ ചെയ്ത് വരിക മാത്രമല്ല, അതേ സമയത്ത് അവിടെ ഡിറ്റീരിയറേഷനും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മരണം വരെയാണ് എന്നുള്ളത് ഒരു പ്രിൻസിപ്പിളാണ്. ഡെവലപ്മെന്റ് ഈസ് ലൈഫ് ലോങ്. അടുത്തത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയറക്ഷണൽ എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെന്റ് എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, നമ്മുടെ കഴിവുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ ട്രൈറ്റ്സ്, ഇന്റലിജൻസ് ഒന്നും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതേ സമയത്ത് ഇപ്പോൾ ഏജിങ് നമുക്ക് ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അതായത് ഒരു കഴിവ് കൂടുന്നതിനേക്കാളും അല്ലെ അഡ്വാൻസ്മെന്റ് സംഭവിക്കുന്നതിനേക്കാളും ചിലപ്പോൾ നമുക്ക് ഡിറ്റീറിയറേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ആരോഗ്യവും എല്ലാം നമുക്ക് കുറഞ്ഞു വരുമല്ലോ. അപ്പൊ അതും എ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അപ്പോ ഒരു യൂണി ഡിറക്ഷൻ അല്ല, അതേസമയത്ത് മൾട്ടി ഡിറക്ഷണൽ ആണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് സെലക്റ്റീവ് ഒപ്റ്റിമൈസേഷൻ വിത്ത് കോമ്പൻസേഷൻ. അതായത് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങളിൽ എന്തുണ്ടാവും, പെർട്ടിക്കുലർ ഡെവലപ്മെന്റിൽ ഫോക്കസ് കൊടുത്തിട്ട് മറ്റ് ഡെവലപ്മെന്റ് കുറഞ്ഞു വരും എന്ന് പറയുന്നുണ്ട്. അതിനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരു ഫ്ലൂയിഡ് ഇന്റലിജൻസ്, റൈമണ്ട് ബി കാറ്റിലിന്റെ ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് പറയലുണ്ട്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ചില കഴിവുകൾ ഉണ്ടാവുമല്ലോ. അതായത് ഓരോ സിറ്റുവേഷനനുസരിച്ച് പെരുമാറാനുള്ള കഴിവ്, ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ അതെങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഓരോ കഴിവുകളും ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള പോലെയുള്ള നമുക്ക് ഓൾറെഡി നമുക്ക് ഇൻഹെറിറ്റ് കിട്ടിയിട്ടുള്ള നമ്മുടെ കഴിവുകളും അതുപോലെ നമുക്ക് ജനിക്കുമ്പോഴേ ബൈ ബർത്ത് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസസ് വെച്ചിട്ട് നമ്മൾ അക്വയർ ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള നോളജ്, അത് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡിറക്ഷണൽ എന്നുള്ളതിന് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, അതായത് നമ്മൾ കാര്യങ്ങൾ പഠിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ്. അങ്ങനെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് കൂടി വന്നിട്ട് ഒരു മിഡിൽ ഏജ് വരെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ്. പക്ഷെ മിഡിൽ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഒരു ഫ്ലൂയിഡ് ഇന്റലിജൻസിന്റെ ഡോമിനേഷൻ കുറഞ്ഞിട്ട് അവിടെ നമുക്ക് പിന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഇന്റലിജൻസ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ കാര്യങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഓരോ സിറ്റുവേഷനിൽ പെരുമാറുന്നതൊക്കെ ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ഒരു അഡൽഹുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഓരോ സമയത്തും ചില ട്രൈറ്റ്സ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും, ചില സമയത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും, മറ്റൊരു സമയത്ത് ആ ട്രൈറ്റ്സ് കുറയാനും മറ്റേ ട്രൈറ്റ്സ് കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡിറക്ഷണൽ എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്തത് ഡെവലപ്മെന്റ് ഈസ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി പ്ലാസ്റ്റിക്കിന്റെ മീനിങ് എന്താണ്? സംതിങ് അത് നമുക്കൊരു ഷേപ്പിലാക്കാൻ പറ്റും, പക്ഷെ അതൊരു ഷേപ്പിലായി കഴിഞ്ഞാൽ
അത് പിന്നീട് ഹാർഡനാവും. ഷേപ്പിലായി കഴിഞ്ഞാൽ ഹാർഡാവും. അപ്പൊ നമ്മള് പ്ലാസ്റ്റിക്കിന് പ്ലാസ്റ്റിക് എന്ന് പേര് വരാൻ കാരണം എന്താണ്? അതിന് എന്താ പറയാ, നമുക്ക് ഏത് ഷേപ്പ്ക്കും ആക്കാൻ പറ്റും ഈ പ്ലാസ്റ്റിക് അല്ലേ? ഏത് പ്ലാസ്റ്റിക് പ്രോഡക്ട്സിനൊക്കെ നമുക്ക് ഏത് ഷേപ്പ്ക്കും ആക്കാൻ പറ്റും. പക്ഷെ വൺസ് അതൊരു ഷേപ്പിലായി കഴിഞ്ഞാല് പിന്നെ അതിനെ മാറ്റി കിട്ടാൻ ചിലപ്പോൾ ചെറിയ നമുക്ക് പണിയാണ്. പിന്നെ അതെന്താ സംഭവിക്കുക? പൊട്ടാം. ഡിറ്റീറിയോറേറ്റ് ചെയ്ത് പൊട്ടാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ടാണ് ഡെവലപ്മെന്റ് പ്ലാസ്റ്റിക് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നമ്മളെ ഇപ്പൊ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു ചൈൽഡ്ഹുഡ്, ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്. ഈ ഒരു സമയത്തുള്ള നമ്മളെ എന്താ പറയാ ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് ഏത് ഭാഗത്തേക്കും വേണമെങ്കിലും നമുക്ക് എന്താ പറയാ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഈസ് പ്ലാസ്റ്റിക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഓൺസ് ഒരു മിഡിൽ ഏജ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ ഒരു ഡെവലപ്മെന്റ് ഹാർഡ് ആയി കഴിഞ്ഞു. ഡെവലപ്മെന്റ് നിന്നു എന്നല്ല, ഹാർഡ് ആയി കഴിഞ്ഞു. അവിടെ പിന്നെ ചേഞ്ചസ് വരാൻ പണിയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ അതായത് ഫ്ലൂയിഡ് ഇന്റലിജൻസ് വെച്ചിട്ട് അക്വയർ ചെയ്യാൻ പണിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ചേഞ്ചസ് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ എന്താവും? ഡിക്ലൈനേഷൻ ആണ്. ഏജ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഡിക്ലൈനിങ് ആണ് സംഭവിക്കുന്നത്. അതാണ് ഡെവലപ്മെന്റ് ഈസ് പ്ലാസ്റ്റിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സൈക്കോളജിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. സൈക്കോളജി, സോഷ്യോളജി, എഡ്യൂക്കേഷൻ, ആന്ത്രപ്പോളജി, ഇക്കോണമിക്സ്, ഹിസ്റ്ററി, മെഡിക്കൽ സയൻസസ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് ഡിസിപ്ലിൻസ് കൂടി വരുന്നതാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് സൊസൈറ്റി ആണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. ആന്ത്രപ്പോളജി ഇൻ ദ സെൻസ് എന്താ പറയാ നമ്മുടെ കഴിഞ്ഞുപോയ അതായത് നമ്മളെ പൂർവ്വ പിതാക്കന്മാരുടെ ആ കാര്യങ്ങളും നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഹെറിഡിറ്ററി മാറ്റേഴ്സ്. പിന്നെ ഇക്കോണമിക്സ്, നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, ഇക്കോണമിക് സ്റ്റാറ്റസ് എന്താ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താ എന്നുള്ളതും നമ്മുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. അത് ഈ ഒരു ഇക്കോണമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മാൽന്യൂട്രീഷൻ കാര്യങ്ങളെ കൊണ്ട്, മാൽന്യൂട്രീഷൻ പോലെയുള്ള ഫാക്ടേഴ്സിനെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഡെവലപ്മെന്റിന് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസിപ്ലിൻസിന്റെ ഇൻഫ്ലുവൻസും കൂടെ എന്തുണ്ട് നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അടുത്തത് ഡെവലപ്മെന്റ് ഈസ് കണ്ടക്സ്റ്റുവൽ. കണ്ടക്സ്റ്റുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓരോ കണ്ടക്സ്റ്റുവലിനെ ബേസ് ചെയ്തിട്ടും കൂടെയാണ് എന്നാണ് പറയുന്നത്. കണ്ടക്സ്റ്റുവൽ എന്ന് പറയുമ്പോൾ ഓരോ സാഹചര്യങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ഏജ് പീരീഡും കൂടെയാണ് എന്നാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഈസ് കണ്ടക്സ്റ്റുവൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ കണ്ടക്സ്റ്റുവൽ എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടക്സ്റ്റുവൽ ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുക. അതായത് നോർമാറ്റീവ് കണ്ടക്സ്റ്റുവൽ ഫാക്ടേഴ്സും അതുപോലെ നോൺ നോർമാറ്റീവ് കണ്ടക്സ്റ്റും ഉണ്ടാവും. അതിൽ നോർമാറ്റീവ് കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കണ്ടുവരുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റൽ ചേഞ്ചസ്, അതാണ് നോർമാറ്റീവ് കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്. അതിനിപ്പോ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു 40-45 വയസ്സായി കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ ലേഡീസിലും അല്ലെങ്കിൽ വിമനിലും എന്ത് സംഭവിക്കും? മെനോപോസ് സംഭവിക്കും അല്ലെ? അതേപോലെ തന്നെ ഈ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി, ഈ ഒരു അഡോളസെന്റ് ഏജ് ആയി കഴിഞ്ഞാൽ എല്ലാ ഗേൾസിനും സംഭവിക്കുന്നതാണ് പ്യൂബർട്ടി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഡെവലപ്മെന്റൽ ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമാറ്റീവ് കണ്ടക്സ്റ്റുവൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയത്ത് നോൺ നോർമാറ്റീവ് കണ്ടക്സ്റ്റുവൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് എന്താ പറയാ ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ചില കണ്ടക്സ്റ്റസ്. അതായത് ഇപ്പോ ഡിവോഴ്സ് കേസസ് അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന നമുക്ക് വരുന്ന ഡെവലപ്മെന്റ്, അതേ സമയത്ത് ഇപ്പോ മാരേജിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഹയർ എഡ്യൂക്കേഷൻ കിട്ടി, ഒരു ലെവലിൽ ഇപ്പൊ ഒരു PhD ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡെവലപ്മെന്റ്, മാസ്റ്റേഴ്സും PhD കഴിയുമ്പോൾ അങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഹയർ പെയ്ഡ് ജോബ്സ് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്. അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആയിട്ട് വരുന്ന കണ്ടക്സ്റ്റുവൽ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ നോൺ നോർമേറ്റീവ് കണ്ടക്സ്റ്റുവൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൾട്ടി ഡിമെൻഷനൽ ആണ്. അതായത് നമ്മളെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തല്ല
ഒരു ഒരു ഭാഗത്ത് മാത്രമല്ല ഡെവലപ്മെന്റ്, അതായത് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, ബയോളജിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റും സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ 3 ഡിമെൻഷനിലായിട്ടാണ് നമ്മുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ആൻഡ് ഈ 3 ഡിമെൻഷൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് അല്ല, ഇതെല്ലാം എന്താ പറയാ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പം ബയോളജിക്കൽ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിനെയും സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിനെയും ബാധിക്കും. കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സെയിം ബയോളജിക്കൽ, സോഷ്യൽ, ഇമോഷണൽ, അങ്ങനെ ഇത് മൂന്നും എന്താണ് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള 3 ഡിമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റിലൂടെയാണ് നമ്മളെ ഹ്യൂമൻ ഡെവലപ്മെന്റ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ഏജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒരു കോഗ്നേറ്റീവ് ബേസിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിഡിൽ ഏജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അബ്സ്ട്രാക്ട് റീസണിങ് കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് കൂടും എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ അബ്സ്ട്രാക്ട് റീസണിങ് കൂടും, സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടും. പിന്നെ സോഷ്യോ ഇമോഷണൽ പറയാണ്, ഇമോഷണൽ ചേഞ്ചസ് എന്തൊക്കെയാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാവും മിഡിൽ ഏജിൽ എത്തുമ്പോൾ. അതുപോലെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്സിന് നമ്മൾ എപ്പോഴും ഫോക്കസ് കൊടുക്കുന്നത് ഒരു മിഡിൽ ഏജിൽ എത്തി കഴിയുമ്പോഴാണ്. അതായത് ഓക്കെ. പിന്നെ ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ച് അല്ലെങ്കിൽ ബയോളജിക്കൽ ചേഞ്ചസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിഡിൽ ഏജിൽ എത്തുമ്പോൾ ഹെയർ ഗ്രേയിങ്ങും മെനോപോസും ഒക്കെ എന്താണ് ബയോളജിക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ. അപ്പോൾ ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് എപ്പോഴും ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പ്രിൻസിപ്പിൾ ഏതാണെന്ന് നമുക്ക് പറയാനുള്ളത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. അതായത് നമ്മൾ എത്രയൊക്കെ നമ്മൾ സെയിം ഹെറിഡിറ്ററി ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ സെയിം എൻവയോൺമെന്റിൽ വളർന്നു വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും, അവിടെ എല്ലാം നമുക്ക് എന്തുണ്ടാവും, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവില്ലേ. അപ്പം അതിനുള്ള കാരണങ്ങൾ, അതായത് ഹെറിഡിറ്ററിക്കും ഈ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനും എന്ത് റോളാണ് നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ നേച്ചർ ആൻഡ് നെർച്ചർ, അതായത് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഓൺ നമ്മളൊരു ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളത് ഭയങ്കര ഡിബേറ്റ് ഉള്ള ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇത് രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആസ് വെൽ ആസ് ഇത് രണ്ടും ഇന്ററാക്ഷൻ കൊണ്ടാണ് നമ്മുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഏതാണ് എന്നുള്ളതിന്റെ ഡിബേറ്റ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ നേച്ചർ, അതായത് ഹെറിഡിറ്ററി കാരണമാണ് നമ്മളൊരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നുള്ളത് സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ജനറ്റിക് ബ്ലൂ പ്രിന്റ് ഉണ്ട്, അതെങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ ഡെവലപ്മെന്റ് സംഭവിക്കുള്ളൂ എന്നുള്ളതാണ് ഈ നേച്ചറിന്, അതായത് ഹെറിഡിറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് പറഞ്ഞത്. അതേ സമയത്ത് നെർച്ചറിന്, അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും നമ്മുടെ ഇതിനെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെ മാൽന്യൂട്രീഷൻ, പാരന്റിങ് സ്റ്റൈല്, സ്കൂളിംഗ്, പിയർ റിലേഷൻഷിപ്പ്, സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് പോലെയുള്ള ഒരുപാട് എന്താ പറയാ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം നമ്മുടെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് നെർച്ചറിനെ അഥവാ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഓഫ് സൈക്കോളജി എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു എന്താ പറയാ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്കിനി ഒരു ജനറ്റിക് ഇൻഹെറിറ്റൻസിന്റെ, അതായത് നേച്ചറിന്റെ റോൾ എന്താണ്, ജനറ്റിക്സിന്റെ റോൾ എന്താണ്, നമ്മുടെ ഡെവലപ്മെന്റിൽ എന്താണ് ഇതിന്റെ റോൾ എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ. ജനറ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡ് ഓഫ് സ്റ്റഡി എന്താണ്, നമ്മുടെ ഈ ഒരു ലൈഫ് സ്പാൻ ഡെവലപ്മെന്റില് ഈ ഒരു ജനറ്റിക്സിന്റെ റോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ത്രൂ ഔട്ട് നമ്മളെ ലൈഫിൽ വരുന്ന ചേഞ്ചസിനൊക്കെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സിന് എത്രത്തോളം റോളാണ് ഈ ജനറ്റിക്സിനുള്ളത് എന്നുള്ളതാണ് ഈ ഡെവലപ്മെന്റൽ ജനറ്റിക്സ് എന്നുള്ള ഫീൽഡ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടന്നിട്ടുള്ളത് ഏതിലാണെന്നറിയോ? ട്വിൻ സ്റ്റഡീസ് ആണ് നടന്നിട്ടുള്ളത്. ട്വിൻസിനാണ് സ്റ്റഡീസ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. കാരണം എന്താണ്, ഈ ഒരു ഡെവലപ്മെന്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ നല്ലത് ട്വിൻസിലാണ്. കാരണം ഇത് ഒരേ എൻവയോൺമെന്റിൽ ജനിച്ച് വളർന്ന് ഒരേ ട്രൈറ്റ്സ് ഉള്ള, ഒരേ ഇൻഹെറിറ്റഡ് ട്രൈറ്റ്സ് വരാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആൾക്കാർ ട്വിൻസ് ആണ്. അതുകൊണ്ടാണ് സ്റ്റഡീസ് എപ്പോഴും ടു ടൈപ്സ് ഓഫ് ട്വിൻസിലും, അതായത് ഐഡന്റിക്കൽ ട്വിൻസിലും ഫ്രറ്റേണൽ ട്വിൻസിലും നടന്നിട്ടുണ്ട്, സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പം സെയിം എഗ്ഗിൽ നിന്നും വന്നിട്ടുള്ള
ട്വിൻസിനെയാണ്, ബേബീസിനെയാണ് നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഡിഫറെന്റ് എഗ്ഗിൽ നിന്നും വന്നിട്ടുള്ള, ഓവത്തിൽ നിന്നും വന്നിട്ടുള്ള ഫ്രട്ടേണൽ ട്വിൻസിനും എന്ത് നടന്നിട്ടുണ്ട്, ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ജെനറ്റിക്സിന്റെ റോള് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അവിടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് DNA അല്ലെ. അപ്പൊ ജീൻസിന്റെ അല്ലെങ്കിൽ DNA സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജീൻസ് എന്തിനെ കൊണ്ടാണ് ജീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്? ജീൻസ് ഇസ് മേഡ് അപ്പ് ഓഫ് DNA അല്ലെ. DNA ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്, ഇതിനെ കൊണ്ടാണ് നമ്മൾ ജീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ DNA ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ DNA രണ്ട് സ്ട്രാൻഡ്സ് ആണ് ഉള്ളത്. നമുക്കറിയുന്നതാണ്. DNA സ്ട്രക്ചർ അറിയാത്തവരും ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ഒരു ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ട്രാൻഡ്സ് ആണ് DNA ഉള്ളത്. ഈ രണ്ട് സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് അതിലുള്ളത് ഷുഗേഴ്സും ഫോസ്ഫേറ്റ്സും ആണ്. ഈ രണ്ട് സ്ട്രാൻഡ്സിന്റെ ജോയിൻ ചെയ്യുന്ന എന്താ പറയാ ഈ രണ്ട് സ്ട്രാൻഡ്സും ഒരു സ്റ്റെയർ കേസ് ട്വിസ്റ്റ് ചെയ്ത് വെച്ച പോലെയാണല്ലേ ഉള്ളത്. അപ്പൊ ഈ രണ്ട് സ്ട്രാൻഡ്സിനെ ജോയിൻ ചെയ്യുന്ന, ലിങ്ക് ചെയ്യുന്ന ആ ഒരു എന്താ പറയാ സ്റ്റെയർ കേസിന്റെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അമൈൻസും ബേസസും ആണ്. ഇതിൽ അമൈൻസ് ആണ് നമ്മുടെ ജനറ്റിക് കോഡ്സ് ഉള്ളതും അതുപോലെ നമ്മളെ സെല്ലിന്റെ ലൈഫിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ എന്താണ്, ഈ അമൈൻസ് ആണ്. അമൈൻസ് എല്ലാ DNA ഈ അമൈൻസിന്റെ സെയിം സീക്വൻസ് ആണ് കാണപ്പെടുന്നത്. ഈ ഒരു സീക്വൻസിനാണ്, അല്ലെങ്കിൽ ഈ അമൈൻസിന്റെ സീക്വൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജീൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ ജീന് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു റോഡ് ഷേപ്ഡ് സ്ട്രക്ചറിലാണ്. അതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. ക്രോമസോമിന്റെ ഒരു എന്താ പറയുക ഇല്ലസ്ട്രേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റോഡ് ഷേപ്ഡ് സ്ട്രക്ചറിലാണ് നമ്മുടെ ജീൻസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പേരാണ് ക്രോമസോം. ഈ ക്രോമസോം എവിടെയാണ് കാണല്? ന്യൂക്ലിയസിലാണ്. എല്ലാ സെല്ലിന്റെ ന്യൂക്ലിയസിലാണ് ക്രോമസോം കാണുന്നത് അല്ലെ. അപ്പൊ ഒരു ഹ്യൂമൻ ബോഡിയിലുള്ള എല്ലാ സെല്ലിലും എത്ര ക്രോമസോംസ് ഉണ്ടാവും? 46 ക്രോമസോംസ് ഉണ്ടാവും. ഓരോ സെല്ലിലും 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ഓക്കെ. ഈ 46 ക്രോമസോംസ് എന്ന് പറയുമ്പോൾ 23 പെയർസ് ആയിട്ടാണ്. 46 ക്രോമസോമിൽ 23 ക്രോമസോം ഫ്രം മദേഴ്സ് എഗ് ആൻഡ് 23 ക്രോമസോംസ് ഫ്രം ഫാദേഴ്സ് സ്പേം. അങ്ങനെ ഇത് 23 പെയർസ് ആയിട്ടാണ് നമ്മുടെ ക്രോമസോംസിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ളത്. പിന്നെ ഈ 23 ക്രോമസോമിൽ 22 പെയർസ് ഓഫ് ക്രോമസോംസും നമ്മുടെ ഓട്ടോസോംസ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ 22 പെയർസ് ഓഫ് ക്രോമസോംസ് ആണ്. ബാക്കിയുള്ള ഒരു പെയർ ഓഫ് ക്രോമസോം ആണ് സെക്സ് ക്രോമസോംസ്. അതായത് നമ്മുടെ ജെൻഡർ, സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ സെക്സ് ക്രോമസോംസ് ആണ്. ഓക്കെ. അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു 23 പെയർസ് ഓഫ് ക്രോമസോംസിൽ മോർ ദാൻ 1 പെയർ ഓഫ് ക്രോമസോം, ഒന്നിലേറെ പെയർസ് ഓഫ് ക്രോമസോം നമ്മുടെ ജനറ്റിക് ട്രാൻസ്മിഷൻ, നമ്മുടെ ട്രൈറ്റ്സിന്റെ ജനറ്റിക് ട്രാൻസ്മിഷന് ഒന്നിലേറെ പെയർസ് ഓഫ് ക്രോമസോംസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡോമിനന്റ് ജീൻ, റെസസീവ് ജീൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. അതെന്താണ്? ഈ ഡോമിനന്റ് ജീൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ട്രൈറ്റ്, അതായത് ഇപ്പോൾ ഒരു ഹെയറിന്റെ കളറ് അല്ലെങ്കിൽ നമ്മുടെ ഐന്റെ കളറ്, ഇത്തരത്തിലുള്ള ഒരു പെർട്ടിക്കുലർ ട്രൈറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ജീൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡോമിനന്റ് ജീൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് റെസസീവ് ജീൻ എന്ന് പറയുമ്പോൾ ഐഡന്റിക്കൽ ആയിട്ടുള്ള ജീനിനേറ്റ് പെയർ ചെയ്യുന്ന സമയത്ത് മാത്രം എന്താ പറയാ എക്സ്പ്രസ് ആവാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ജീൻസിനെയാണ് നമ്മൾ റെസസീവ് ജീൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഡോമിനന്റ് ആൻഡ് റെസസീവ് ജീന് എങ്ങനെയാണ് ട്രൈറ്റിന് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഡോമിനന്റ് ജീനും ഒരു റെസസീവ് ജീനും ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ഡോമിനന്റ് ജീൻ ആയിരിക്കും എന്താവുക, എക്സ്പ്രസ് ആവുക. അതേ സമയത്ത് രണ്ട് റെസസീവ് ജീൻസ് ഉണ്ടാവുന്ന സമയത്താണ് അവിടെ റെസസീവ് ജീനിന്റെ ട്രൈറ്റ് എന്താണോ അത് എക്സ്പ്രസ് ആവുള്ളൂ. അപ്പൊ ഈ റെസസീവ് ജീൻസ് വഴി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ഈ സിക്കിൾ സെൽ അനീമിയ, ടേ സാക്സ് ഡിസീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ, ഡിസീസസ് ഒക്കെ നമുക്ക് റെസസീവ് ജീൻസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. അതേപോലെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കാരണം നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ 21st പെയർ ഓഫ് ക്രോമസോമിലെ എക്സ്ട്രാ ക്രോമസോംസിന്റെ പ്രസൻസ് കാരണമാണ് നമുക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടായി വരുന്നത്. അതുപോലെ 23rd പെയർ ഓഫ്, അതായത് നമ്മുടെ സെക്സ് ക്രോമസോമിലെ എക്സ്ട്രാ ക്രോമസോംസിന്റെ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ് ക്ലീനിഫെൽറ്റർ സിൻഡ്രോം ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയാണ്
നമുക്ക് ഈ ഒരു റോൾ ഓഫ് ജെനറ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് റോൾ ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഈ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ റോൾ ഇൻ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന ഒരാളാണ് കേർട്ട് ലെവിൻ, ഒരു ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഫീൽഡ് തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് റിസൾട്ട് ഓഫ് ആ ഇൻഡിവിജ്വലിന്റെയും അവരുടെ എൻവയോൺമെന്റിന്റെയും ഒരു ഇന്ററാക്ഷൻ കാരണം ഉണ്ടാവുന്ന എന്താ പറയാ കാരണമാണ് അവരുടെ ബിഹേവിയർ എക്സ്പ്രസ് ആവുന്നത് എന്നുള്ളതാണ് ഫീൽഡ് തിയറിയിൽ പറയുന്നത്. അതിന് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, ബി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി ആൻഡ് ഇ എന്നുള്ളത്. അതായത് ബി എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയർ എന്നുള്ളതാണ്, എ ഫംഗ്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് എൻവയോൺമെന്റ്. പി എന്ന് പറയുന്നത് പേഴ്സൺ ആണ്, ഇ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആണ്. അപ്പൊ ഒരു പേഴ്സന്റെയും അവരുടെ എൻവയോൺമെന്റിന്റെയും ഇന്ററാക്ഷന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എന്ത് നമ്മുടെ ബിഹേവിയർ ഒരു ഔട്ട്പുട്ട് ആയിട്ടാണ് വരുന്നത് എന്നാണ് ഫീൽഡ് തിയറിയിൽ കേർട്ട് ലെവിന് പറയുന്നത്. അപ്പോ കേർട്ട് ലെവിന് പറയുന്നുണ്ട്, അതായത് നമുക്ക് എന്താ പറയാ ഒരു അൺസർട്ടനിറ്റി ബിഹേവിയർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കൊരു പുതിയൊരു റീജിയൻ അല്ലെങ്കിൽ ഒരു പുതിയ അറ്റ്മോസ്ഫിയറോ എൻവയോൺമെന്റോ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് അൺസർട്ടൻ ബിഹേവിയർ നമ്മൾ എന്താ പറയാ എക്സിബിറ്റ് ചെയ്യുന്നത് എന്നാണ് കേർട്ട് ലെവിന് പറയുന്നത്. അതായത് ഇപ്പൊ ഇവിടെ ഒരു കേരളത്തിൽ ഒരുപാട് കാലം ജീവിച്ച ഒരാൾ ആദ്യമായിട്ട് അമേരിക്കക്കോ പുറത്തേതെങ്കിലും ഒരു കൺട്രിക്ക് പോകുമ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഒരു എൻവയോൺമെന്റിനും കൂടെ വെച്ചിട്ടാണ് നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുന്നത്. അപ്പൊ എൻവയോൺമെന്റ് മാറിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പരിചയമില്ലാത്ത എൻവയോൺമെന്റ് ആകുമ്പോൾ അവിടെ അൺസർട്ടൻ ബിഹേവിയറും കൂടെ ഉണ്ടാവും എന്നാണ് കേർട്ട് ലെവിന് പറയുന്നത്. അതുപോലെ കേർട്ട് ലെവിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു എന്താ പറയാ കൺസെപ്റ്റ് ആണ് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഇൻഡിവിജ്വലിനും ഒരു ലൈഫ് സ്പേസ് ഉണ്ട്. ലൈഫ് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബിഹേവിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, എവ്രി പോസിബിൾ ഇൻഫ്ലുവൻസസ് എന്നാണ്. എല്ലാ നമുക്ക് ബാധിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും അതിനെയാണ് നമ്മൾ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. നമ്മളെ ചുറ്റുമുള്ള നമ്മളെ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ എവ്രി ഇൻഡിവിജ്വൽ ഹാസ് ദിസ് ലൈഫ് സ്പേസ് വിച്ച് is comprising all the possible influences on an individual എന്നാണ് കേർട്ട് ലെവിൻ പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ദുർഗാനന്ദ സിൻഹയുടെ ഇക്കോളജിക്കൽ മോഡലാണ്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ കണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് 2 ലെയേഴ്സ് ആണ്. അതായത് നമ്മളെ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് 2 ലെയേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് അപ്പർ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ലെയർ ഓഫ് എന്താ പറയാ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ കണ്ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ രണ്ടാം ലെയർ ആണ്. രണ്ടാമത്തേത് സപ്പോർട്ടിങ് അല്ലെങ്കിൽ സറൗണ്ടിങ് ലെയർ ആണ്. ഇതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ആദ്യം ദി അപ്പർ ആൻഡ് വിസിബിൾ ലെയർ ഓഫ് നമ്മളെ എന്താ പറയാ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ കാണാൻ പറ്റും. അതായത് ഏത് തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഈസിലി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള എൻവയോൺമെന്റിന് നമ്മളെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് അപ്പർ ആൻഡ് വിസിബിൾ ലെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സപ്പോർട്ടിങ് ആൻഡ് സറൗണ്ടിങ് ലെയർ എന്ന് പറയുന്നത് ഈ അപ്പർ ആൻഡ് വിസിബിൾ ലെയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടേഴ്സിനെ ഒന്നുകൂടെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ടിങ് അല്ലെങ്കിൽ സറൗണ്ടിങ് ലെയർ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ഒരു അപ്പർ ആൻഡ് വിസിബിൾ ലെയർ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പർ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ആയിട്ടുള്ള ലെയർ ദാറ്റ് ഇൻഫ്ലുവൻസ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഹോം, നമ്മളെ ഹോം അറ്റ്മോസ്ഫിയർ, സ്കൂള്, പിയേഴ്സ്, പിന്നെ ടീച്ചേഴ്സ്, അതുപോലെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഇറയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് ഇന്റർനെറ്റ് യൂസ്, ഇതും കൂടെ നമ്മുടെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതും ഈ ഒരു അപ്പർ ആൻഡ് വിസിബിൾ ലെയർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ഒരു സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഓഫ് കോഴ്സ് ഫാമിലിയാണ്. അപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഒരു കൾച്ചറിലും വരുമ്പോൾ ഫസ്റ്റ് ഈ ഒരു കുട്ടീനോട് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത് ഓഫ് കോഴ്സ് പാരന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആദ്യം പറയാനുള്ളത് പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണെന്നാണ്. ഡിയാന ബൗംറിൻ എന്ന് പറയുന്ന എന്താ പറയാ ഒരു ഡെവലപ്മെന്റൽ തിയറിസ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മുടെ പാരന്റിങ് സ്റ്റൈൽസിനെ
ഫോർ ടൈപ്സ് ഓഫ് പാരന്റിങ് സ്റ്റൈൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒതോറിറ്റേറ്റീവ് പാരന്റിങ്, ഒതോറിറ്റേറിയൻ പാരന്റിങ്, പെർമിസീവ് പാരന്റിങ്, നെഗ്ലെക്ട്ഫുൾ പാരന്റിങ്. അതിൽ ഒതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നതാണ് ഏറ്റവും എന്താ പറയാ ബെസ്റ്റ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ ആവശ്യത്തിന് റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ട് എന്നാൽ എന്താ പറയാ നമ്മുടെ ഡെവലപ്മെന്റിനെ, കുട്ടികളുടെ ഡെവലപ്മെന്റിനൊക്കെ നന്നായിട്ട് ഫോസ്റ്റർ ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് പാരന്റിങ് ആണ് ഒതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്. ഒതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയുന്നത് ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എന്തിനും എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ള ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പാരന്റിങ്ങിനെയാണ് ഒതോറിറ്റേറിയൻ ടൈപ്പ് ഓഫ് പാരന്റിങ് എന്ന് പറയുന്നത്. പെർമിസീവ് എന്ന് പറയുന്നത് എവ്രിതിങ് ഈസ് ഓക്കെ, അതായത് എന്ത് ചോദിച്ചാലും ഓക്കെ, എന്ത് ചോദിച്ചാലും നേടിക്കൊടുക്കുന്ന ടൈപ്പ് ഓഫ് പാരന്റിങ്ങിനെയാണ് പെർമിസീവ് പാരന്റിങ് എന്ന് പറയുന്നത്. നെഗ്ലെക്ട്ഫുൾ പാരന്റിങ് ആണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, അവരുടെ പാടായി എന്നുള്ള രീതിയിലുള്ള നെഗ്ലെക്ട് ചെയ്ത് വിടുന്ന ടൈപ്പ് ഓഫ് പാരന്റിങ് സ്റ്റൈലിനെയാണ് നമ്മൾ നെഗ്ലെക്ട്ഫുൾ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു 4 പാരന്റിങ് സ്റ്റൈൽസ് ആണ് ആദ്യമായിട്ട് നമുക്ക് ഒരു കുട്ടിയുടെ ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് പറയാനുള്ളത്. അടുത്തത് പിന്നെ ഫാമിലി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫാമിലിയിൽ പാരന്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്, എസ്പെഷ്യലി ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആണ്. അപ്പൊ അവിടെ പാരന്റ്സിനായിരിക്കും എപ്പോഴും എന്താ പറയാ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഈ ഒരു ജോയിന്റ് ഫാമിലി സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ജോയിന്റ് ഫാമിലി സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ പാരന്റ്സിന് മാത്രമല്ല, അതേ സമയത്ത് ഒരു പക്ഷേ പാരന്റ്സിനെക്കാളും ഇൻഫ്ലുവൻസ് ആർക്ക് വരുന്നുണ്ട്, ഗ്രാൻഡ് പാരന്റ്സിന് വരുന്നുണ്ട്. സംടൈംസ് പാരന്റ്സ് നോ പറഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സ് യെസ് പറയുന്നതും, പാരന്റ്സ് യെസ് പറഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സ് നോ പറയുന്നതുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഗ്രാൻഡ് പാരന്റ്സും കൂടെ കൂടിയിട്ടാണ്, അതായത് ഡുവൽ പാരന്റിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും കൂടിയിട്ടാണ് കുട്ടികളെ അപ്ബ്രിങ് ചെയ്യുന്നത് ഇത്തരം ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബിയോണ്ട് നമ്മൾ ഈ ഗ്രാൻഡ് പാരന്റ്സ് മാത്രമല്ല, കിൻഷിപ്പ്, അങ്കിൾസ്, ആന്റീസ്, കസിൻസ് പോലെയുള്ള നമ്മുടെ ഒരു ഡിസ്റ്റന്റ്, കൂടുതൽ ഡിസ്റ്റന്റ് അല്ലാത്ത എന്നാൽ നമ്മളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെയും ഈ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസസ് ഇത്തരത്തിലുള്ള ജോയിന്റ് ഫാമിലി സ്ട്രക്ചേഴ്സിലുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഹോം എൻവയോൺമെന്റ് ആണല്ലേ. ഏർലി ഡെവലപ്മെന്റിലൊക്കെ ഒരു സ്കൂളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഇവരുടെ ഒരു ഫസ്റ്റ് സ്കൂളിംഗ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഹോം ആണ്. അപ്പം അത് ഭയങ്കര എന്താണ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഏർലി ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമുക്ക് ഈ ഒരു എന്താ പറയാ പാരന്റ് ആൻഡ് ചൈൽഡ് ഇന്ററാക്ഷൻ, ലൈക്ക് എന്താ കുട്ടികളുടെ കൂടെ കളിക്കുന്നത്, അവർക്ക് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നത്, അവരുടെ കൂടെ ഇരുന്നിട്ട് എന്താ പറയാ ഡ്രോയിങ്സ്, നമ്മൾ ചിത്രം വരയ്ക്കുക, അതുപോലെ അവരായിട്ട് ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ അവരുടെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എഡ്യൂക്കേഷണൽ ലെവൽ ഓഫ് പാരന്റ്സ്, ഇത് കുട്ടികളെ ബാധിക്കുന്നതാണ്. പിന്നെ ഡുവൽ കരിയറുള്ള പാരന്റ്സ് ആണ്, അതായത് ബോത്ത് ഫാദർ ആൻഡ് മദർ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം എന്താ പറയാ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൊഫഷണൽ കെയർ ടേക്കേഴ്സിനെ ഹയർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ആവുമ്പോൾ ആ ഒരു കെയർ ടേക്കേഴ്സിന്റെ ഒരു എന്താ പറയാ അവരുടെ ഒരു ടെമ്പറമെന്റും അവരുടെ ട്രൈബ്സും അതുപോലെ അവരുടെ വേ ഓഫ് ആറ്റിറ്റ്യൂഡും ആയിരിക്കും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ ഈ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലാണെങ്കിൽ ബോത്ത് ഫാദർ ആൻഡ് മദർ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സോ ആയിരിക്കും കുട്ടികളെ കെയർ ടേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്യാരക്ടേഴ്സും കുട്ടികളുടെ ഇൻഫ്ലുവൻസസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഈ വെൽ സെറ്റിൽഡ് അല്ലാത്ത എന്നാൽ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് എന്താ ബോത്ത് ഫാദർ ആൻഡ് മദർ വർക്കിംഗ് ആവുന്ന സമയത്ത് കുട്ടികൾ ഒറ്റപ്പെടാനുള്ള സാധ്യത കൂടുന്നത്. കുട്ടികൾ എന്താ പറയുക സോഷ്യലി വിഡ്രോവൽ ഒക്കെ ആയി വരാനുള്ള സാധ്യത പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫാമിലി സ്ട്രക്ചറിൽ പറയാനുള്ളത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് പിയേഴ്സ് ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, പറയാനുള്ളത് ഈ പിയർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫാൻസിലൊക്കെ നമുക്ക് പറയുമ്പോൾ പറയാം ഒരു ഫ്രീ പ്ലേ ആണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മളെ ചുറ്റും ഉണ്ടാകുന്ന ഒബ്ജക്റ്റിനെ എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഓഫ് ഫ്രീ പ്ലേ ആണ് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിൽ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ നടക്കുന്നത്. ആൻഡ് അതിനുശേഷം പിന്നെ മിഡിൽ ചൈൽഡ്ഹുഡിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, സോഷ്യൽ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിനെ തിരിച്ചറിയാൻ തുടങ്ങുന്നതും ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു റിലേഷൻഷിപ്പ് സ്ലോലി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ മിഡിൽ ചൈൽഡ്ഹുഡിലാണ്. ഈ മിഡിൽ ചൈൽഡ്ഹുഡിൽ നടക്കുന്ന ഈ ഒരു സമപ്രായക്കാരുമായിട്ടുണ്ടാവുന്ന നമ്മളൊരു എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്
നമുക്ക് ഈ ഒരു കോപ്പറേഷൻ, അതുപോലെ കൊളാബറേഷൻ, ടോളറൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ, മിഡിൽ ചൈൽഡ്ഹുഡിലുള്ള നമ്മുടെ ഈ ഒരു സമപ്രായക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്സ്. പിന്നെ പ്രീ സ്കൂളേഴ്സിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ പറയാ, ഈ ഹോം അറ്റ്മോസ്ഫിയർ വിട്ടിട്ട് ഒരു പ്രീ സ്കൂൾ സെറ്റിംഗ് ഒക്കെ വരുമ്പോൾ അവിടെ ഡിഫറെന്റ് ടെമ്പറമെന്റ് ഉള്ള കുട്ടികളായിട്ടും അതുപോലെ ഡിഫറെന്റ് ഡിമാൻഡ്സും ഇഷ്യൂസും ഒക്കെ ഉള്ള കുട്ടികളായിട്ടും നമ്മൾ ഇടപഴകി വരുമ്പോഴാണ് കുട്ടികൾക്ക് അവിടെ ഡിഫറെന്റ് സോഷ്യൽ സെറ്റിംഗ്സിൽ എങ്ങനെയൊക്കെയാണ് എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നത് ഇത്തരം പ്രീ സ്കൂൾ സെറ്റിംഗ്സിലൊക്കെ വരുമ്പോഴാണ്. ഓക്കെ. പിന്നെ ഈ 4-5 വയസ്സാവുമ്പോഴാണ് കുട്ടികൾക്ക് ഈ ക്ലോസ് ഫ്രണ്ട് എന്നുള്ള കൺസെപ്റ്റ് വരാൻ തുടങ്ങുന്നത്. ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഏജിൽ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് സ്കൂളിൽ ഏറ്റവും കൂടുതൽ ടൈം ആരുടെ കൂടെയാണോ സ്പെൻഡ് ചെയ്യുന്നത് അതായിരിക്കും ക്ലോസ് ഫ്രണ്ട്, റൈറ്റ്? അപ്പം ഈ ഒരു 4-5 വയസ്സിലാണ് നമ്മൾ ഈ ക്ലോസ് ഫ്രണ്ട് എന്നുള്ളൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഒരു സർക്കിളിന്റെ ഇടയിൽ വരുന്ന ആക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ ഒക്കെ നമ്മുടെ അഡൽട്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡിസ്ട്രെസ്സും സിഗ്നിഫിക്കന്റ് എന്താ പറയാ ഇൻഫ്ലുവൻസസ് ഒക്കെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ സോഷ്യൽ ഐസൊലേഷൻ, അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർക്കിൾ നമുക്ക് അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് സോഷ്യൽ ഐസൊലേഷൻ സംഭവിക്കുന്നത്. ഈ സോഷ്യൽ ഐസൊലേഷൻ എന്താവും, നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നെഗറ്റീവ് മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ടീച്ചേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതാണ് പറയാൻ വരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഹോം അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരന്റ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചിൽഡ്രനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സിന്റെ ഒരു ഇന്ററാക്ഷൻ എന്താണ്, നമ്മുടെ സോഷ്യോ ഇമോഷണൽ ആൻഡ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പ്രീ സ്കൂൾ ടീച്ചേഴ്സിന്റെ സെറ്റിങ്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കെയർ ടേക്കറിന്റെ റോളാണ് ടീച്ചേഴ്സിനുള്ളത് അല്ലെ. അതായത് ഇപ്പോൾ ഒരു പ്രീ സ്കൂളിൽ ചെന്നാൽ പഠിപ്പിക്കുക എന്നതിനേക്കാളും ഒരു ഔട്ട്സൈഡ് നമ്മളെ വീട്ടിൽ നമുക്ക് കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി തോന്നുന്ന ഒരു സ്ഥലം ഉണ്ട്. അതായത് സ്കൂളിൽ നമുക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആ ഒരു റോളാണ് ടീച്ചേഴ്സ് എപ്പോഴും പ്രീ സ്കൂളിൽ എന്താ പറയാ പ്ലേ ചെയ്യുന്നത്. അത് പിന്നെ എലിമെന്ററി സ്കൂളിലേക്കും അത് പ്രൈമറി സ്കൂളിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ടീച്ചേഴ്സിന്റെ റോള് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രീ സ്കൂളിൽ ഒരു വാംത്ത് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി കെയർ ടേക്കർ, ഒരു സെക്കൻഡ് പാരന്റ് എന്നുള്ള രീതിയിൽ എന്താ പറയാ കുട്ടികൾ ടേക്ക് കെയർ ചെയ്തിരുന്ന ടീച്ചേഴ്സിന്റെ റോള് പിന്നീട് എലിമെന്ററി സ്കൂളിലേക്കും പ്രൈമറി സ്കൂളിലേക്കും വരുമ്പോൾ ടീച്ചിങ് റോളിലേക്ക് മാത്രം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് ആണ് അവിടെ വരുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് കെയറിങ് മാത്രം കിട്ടിയിരുന്ന ടീച്ചേഴ്സിന്റെ ഈ ഒരു 1-to-1 അറ്റൻഷൻ കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ടീച്ചേഴ്സിന്റെ അറ്റൻഷൻ കുറയാനുള്ള മറ്റൊരു കാരണമാണ് ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം കൂടുന്നത്. ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ക്ലാസ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1-to-1 ഇന്ററാക്ഷനും ടീച്ചേഴ്സിന് അറ്റൻഷന് കുട്ടികളുടെ എണ്ണം കൂടുന്നതോടും ഓരോ കുട്ടിയിലും വരുന്ന അറ്റൻഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു എന്താ പറയാ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ടീച്ചർ ചൈൽഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള എലിമെന്ററി സ്കൂളിലെ ഹെൽത്തി ടീച്ചർ ചൈൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ അക്കാദമിക് ആൻഡ് ബിഹേവിയറൽ ഡെവലപ്മെന്റിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ടീച്ചർ ചൈൽഡ് റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽത്തി ആവുന്നു അത്രത്തോളം നമ്മളെ ഇമോഷൻസും അതേപോലെ ക്ലാസ് റൂമിൽ വരുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാനുള്ള കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ, അതുപോലെ മറ്റുള്ള ഫെലോ ഫ്രണ്ട്സിന്റെ കൂടെയും മറ്റുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഒരു ഇഫക്റ്റീവ് ഇന്ററാക്ഷൻ ഉണ്ടാക്കാനൊക്കെ ഈ ഒരു ഹെൽത്തി ടീച്ചർ ചൈൽഡ് റിലേഷൻഷിപ്പ് എന്താ പറയാ യൂസ്ഫുൾ ആവും അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത് നമുക്ക് ഇന്റർനെറ്റ് യൂസ് ആണ്. ഇന്റർനെറ്റ് യൂസ് നമുക്കറിയാം ഈ ഒരു COVID-19 വന്നതിന്റെ ശേഷമാണ് ഈ ഒരു വ്യാപകമായിട്ട് കുട്ടികളെല്ലാവരും ഇന്റർനെറ്റ് ഈ ഒരു ലോകത്തേക്ക് കയറി വന്നത് അല്ലെ. ഈ സ്കൂളിംഗ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എന്താ പറയാ ഓൺലൈനിലേക്ക് മാറി. സ്കൂൾ സെറ്റിങ്സ് മാത്രമല്ല ഈവൻ പ്ലേ ടൈം പോലും നമുക്ക് എന്തായി ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഓൺലൈൻ ഡിപ്പെൻഡൻസി വരുന്നുണ്ട്, ഡിജിറ്റൽ ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. അതുപോലെ സ്ക്രീൻ അഡിക്ഷൻ ഒക്കെ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു സമയമായിരുന്നു ഈ ഒരു COVID-19 എന്ന് പറയുന്നത്. കാരണം നമ്മൾ പാരന്റ്സ് തന്നെ കമ്പൽഡ് ആവുകയാണ് കുട്ടികൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അവിടെ സ്ക്രീൻ അഡിക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്.
പക്ഷെ ഇങ്ങനെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതായത് ഇക്കോണമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ടെക്നോളജികൾക്കൊന്നും അക്സസിബിൾ ആവാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്കൊന്നും എന്താ പറയാ, ഇവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു പോയി. സാധാരണ ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് ഇക്കോണമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്ക് അവരുടെ എന്താ പറയാ, അവരുടെ കഴിവുകളും അവരുടെ പൊട്ടൻഷ്യൽ ഒന്നും വേണ്ട വിധത്തിൽ പുറത്തെടുക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ഈ ഒരു എന്താ പറയാ ടെക്നോളജി ആക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ ചിൽഡ്രന്റെ സേഫ്റ്റി ആൻഡ് പ്രൈവസി പ്രോബ്ലം ആണ്. അതായത് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കറക്റ്റ് അറിയാത്ത കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവർക്ക് അവരുടെ സേഫ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരവസ്ഥ ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ കൂടുതൽ ഇന്റർനെറ്റ് യൂസേജ് വരുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സറൗണ്ടിങ് ആൻഡ് സപ്പോർട്ടിംഗ് ലെയർ ആണ്. സറൗണ്ടിങ് ആൻഡ് സപ്പോർട്ടിംഗ് ലെയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ഫാമിലി, ടീച്ചിങ്, പിയേഴ്സ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ് യൂസ്, ഈ കാര്യങ്ങൾ ഒന്നും കൂടെ എന്താ പറയാ ഇതിന്റെയൊക്കെ എഫക്റ്റിനെ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഡെവലപ്മെന്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇതിനെ ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്, ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ടിംഗ് അല്ലെങ്കിൽ സറൗണ്ടിങ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഈ സറൗണ്ടിങ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ലെയർ എന്ന് പറയുന്നത് നമ്മളൊരു റിലീജിയൻ, കാസ്റ്റ്, കൾച്ചർ പോലെയുള്ള നേരിട്ട് നമ്മുടെ ഡെവലപ്മെന്റിനെ ബാധിക്കാത്ത എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ഇൻഡിവിജ്വലിന്റെ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ് ബിലോങ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഏത് റിലീജിയൻ ആണ്, നമ്മുടെ കാസ്റ്റ്, ക്ലാസ്, ഇതെല്ലാം നമ്മൾ ഡെവലപ്മെന്റിനെ അതേപോലെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ജോയിന്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ എന്താ പറയാ കളക്റ്റീവ് ബിഹേവിയറും ഇന്റർ ഡിപ്പെൻഡൻസും ഒന്നും ഒരു അതുപോലെ ഈ ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമുക്കറിയാം നമ്മുടെ ജോയിന്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളിലാണ്, മോർ ദാൻ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റംസ് അല്ലെ. പിന്നെ പറയാനുള്ളത് റിലീജിയൻ ആണ്. നമുക്കറിയാം ഈ ഒരു റിലീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഒബീഡിയൻസ് ടു അതോറിറ്റി, ഒരു എന്താ പറയാ അതോറിറ്റിനോട് എപ്പോഴും ഒബീഡിയന്റ് ആയിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഓരോ റിലീജിയനും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ചില ട്രൈറ്റ്സ് ലൈക്ക് സബ്മിഷൻ, ഒബീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്? റിലീജിയനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിലും ചില റിലീജിയനിലൊന്നും നമുക്ക് ഓൺ ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അതായത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓൺ ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ റിലീജിയനും ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ജെൻഡർ ബേസ്ഡ് സ്കീമാസ്, സ്റ്റീരിയോ ടൈപ്സ് ഒരുപാടുണ്ട് അല്ലെ. ഇപ്പോ നമ്മൾ പറയുന്ന പോലെ ഇൻഇക്വാളിറ്റി, ഇപ്പൊ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഓരോ കൾച്ചർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം. പെൺകുട്ടികളാവുമ്പോൾ കൂടുതൽ പുറത്തു പോകാൻ പറ്റൂല, ആൺകുട്ടികളാവുമ്പോൾ എന്തും ആവാം. അതുപോലെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് എന്താ പറയാ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫാമിലി സപ്പോർട്ട് ചെയ്യേണ്ടത് ആൺകുട്ടികളാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ, അതായത് ഓഫ് കോഴ്സ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഫിസിക്കൽ ഡിഫറൻസസ് ഉണ്ട്. ബട്ട് അതിനായിട്ടും ബന്ധമില്ലാത്ത രീതിയിൽ ഭയങ്കര ടോർച്ചറിങ് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസ് ഒക്കെ ഒരുപാട് സ്റ്റീരിയോ ടൈപ്സ് നമ്മളെ ഈ ഒരു ഇന്ത്യൻ കൾച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും എന്താ പറയാ ഒരു സറൗണ്ടിങ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഫാക്ടറാണ്, ലെയറിൽ വരുന്ന ഒരു ഫാക്ടറാണ്. ഇനി ഒരു ക്രൗഡഡ് പ്ലേസസ്, ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളെ കൊണ്ട് നമ്മൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ഇപ്പൊ ഈ കല്യാണങ്ങൾക്ക് പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ ചില കുട്ടികൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അപ്പൊ ഈ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങള് എന്താ പറയാ കുട്ടികളിൽ ഈ കോഗ്നേറ്റീവ് ആൻഡ് ബിഹേവിയറൽ ഡെവലപ്മെന്റിൽ എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ഈ ഭയങ്കര ഈ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സിബ്ലിങ്സ് ഉള്ള ഒരു എന്താ പറയാ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും കിട്ടുന്ന അറ്റൻഷൻ എന്ന് പറയുന്നത് ഡിവൈഡഡ് ആയിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഹേവിയറൽ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിൽ ഭയങ്കര എന്താ പറയാ ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ഈ ക്രൗഡഡ് ആവുന്ന ഇപ്പൊ ഒരു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ക്രൗഡഡ് ആവുന്നതിനനുസരിച്ച് നമ്മളെ അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ് കുറയും. അതേപോലെ ഈ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഓൺ ലുക്കേഴ്സ് ആയിട്ട് മാറും, അതായത് കാഴ്ചക്കാരായിട്ട് മാറും. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്തെങ്കിലും അല്ലെങ്കിൽ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും വന്നാൽ അതൊക്കെ അവർ ചെയ്യട്ടെ എന്നുള്ള
ആ ഒരു എന്താ പറയാ ഭയങ്കര ആ ഒരു ചിന്താഗതി ഭയങ്കരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ക്രൗഡഡ് ആവുമ്പോ അല്ലെങ്കിൽ ആൾക്കാര് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു തുടങ്ങും. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു തുടങ്ങും. അപ്പോ അത്തരത്തിൽ ഇങ്ങനെ ക്രൗഡഡ് ആവുമ്പോ നമുക്ക് അറ്റൻഷൻ കുറഞ്ഞു വരുമ്പോ നമുക്ക് ഈ അഗ്രസീവ് ബിഹേവിയർ പോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഫിസിക്കൽ എൻവയോൺമെന്റിലുള്ള ടോക്സിൻസും പൊല്യൂട്ടൻസും നമ്മുടെ കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് ലെഡ് എക്സ്പോഷർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ എയർ പൊല്യൂഷനും അതേപോലെ ലെഡ് എക്സ്പോഷർ ഒക്കെ നമ്മുടെ എന്താ പറയാ ഫിനോമിനൽ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ എയർ പൊല്യൂഷന്, നോയ്സ് പൊല്യൂഷന്, പിന്നെ ഈ ക്ലിയർ വാട്ടർ നമ്മളെ ക്ലിയർ വാട്ടർ ഇല്ലാത്തതിന്റെ ലാക്ക് ഓഫ് വാട്ടർ, പിന്നെ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാത്തതിന്റെ അവസ്ഥ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇമ്പയർ ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞൊരു 4 വർഷത്തിലുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2022-ലും 2023-ലും ചോദിച്ചിട്ടുണ്ട്. ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്റെ പ്രിൻസിപ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോൾ ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് 2 ടോപ്പിക് പറഞ്ഞത് കെർട്ട്ലെവിന്റെതും അതേപോലെ തന്നെ ദുർഗാനന്ദ സിൻഹന്റെ ഇക്കോളജിക്കൽ മോഡലും, അത് രണ്ടുമാണ് എഴുതേണ്ടത്. പിന്നെ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റിന്റെ റോളാണ് ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തേല്. അതിൽ ഹെറിഡിറ്ററിന്റെ എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജീന്, DNA എന്നൊക്കെ സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് പറഞ്ഞു. എൻവയോൺമെന്റിന്റേത് ഈ പറഞ്ഞ പോലെ അതും എഴുതുക. പിന്നെ ഇഷ്യൂസ് ആൻഡ് തീംസ് ഓഫ് ഡെവലപ്മെന്റൽ സൈക്കോളജി, ഫസ്റ്റ് നേച്ചർ നെർച്ചർ, കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ, സ്റ്റെബിലിറ്റി, ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇഷ്യൂസ് ആൻഡ് തീംസ് അതാണ്. പിന്നെ ഡിസ്കസ് ദ റോൾ ഓഫ് ഹെറിഡിറ്ററി ഇൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസും ഈ യൂണിറ്റ് എന്ന് വരുന്നത്. ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ഫോർ നെക്സ്റ്റ് യൂണിറ്റ്. ബൈ.